പ്രിയപ്പെട്ടവർക്കെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നല്ലൊരു ദിനം ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കൊറോണ എന്ന മഹാമാരി കൂടുതൽ ആളുകളിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് 2 ദിവസം കൊണ്ട് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ മറ്റൊരാൾക്കും ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല. എല്ലാ വീട്ടമ്മമാരും തൻ്റെ കുടുംബം തൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ മുൻകരുതലുകളും തീർച്ചയായും ഉൾക്കൊള്ളുക. അലസതയെ പിഴുതെറിഞ്ഞ് ഊർജ്ജസ്വലരായി നമ്മുടെ കുടുംബത്തിൻ്റെ വിളക്കായി നമ്മൾ ഓരോ വീട്ടമ്മമാർക്കും മുന്നോട്ട് പോവുകയും സന്തോഷത്തോടെ നോക്കിക്കാണുന്ന മാതാപിതാക്കളായി തീരുകയും ചെയ്യട്ടെ. നിങ്ങളെയൊക്കെ പോലെ തന്നെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ വാക്കുകളാണെന്ന് കരുതി ഉൾക്കൊള്ളുക. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മനുഷ്യരെ പോലെ തന്നെ ബാക്ടീരിയയും ഫംഗസും വൈറസും ഒക്കെ ബാധിച്ച് അസുഖം വരുന്ന ഒരു ചെടി കൂടിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വശ്യതയാർന്ന ഇലകളും അതിനോടൊപ്പം വളരെ സുന്ദരമായ പൂവുമുള്ള ഈ ചെടി എപ്പോഴും കൗതുകം നിറഞ്ഞത് തന്നെയാണ്. അതെ, നമ്മൾ ബിഗോണിയ ചെടിയെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. ഉഷ്ണമേഖല രാജ്യങ്ങളിൽ നിന്നാണ് അതിസുന്ദരിയായ ഈ ചെടി നമ്മുടെ ഉദ്യാനങ്ങളുടെയൊക്കെ ഭംഗി കൂട്ടാൻ എത്തിയത്. നമ്മുടെ ചെടികൾക്കിടയിൽ ഭംഗി കൂട്ടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചെടി കൂടിയാണ് ബിഗോണിയ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഇഷ്ടപ്പെടാതെ ഭാഗികമായി തണലിഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബിഗോണിയ. തണുപ്പുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇതിന് ഏറ്റവും വളരാൻ ഇഷ്ടമുള്ളത്. തണ്ട് കുത്തിയും ഇല നട്ടും ബിഗോണിയ നമുക്ക് വളർത്തിയെടുക്കാം. ബിഗോണിയ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിൽ ഒരു നിരപ്പ് നമ്മൾ ഇഷ്ടിക കഷ്ണങ്ങൾ നിരത്തി കൊടുക്കുക. അതിന് മീതെയായി ഒരു ലെയർ കരിയില നിരത്തിയതിന് ശേഷം നല്ലതുപോലെ പൊടിഞ്ഞ കാലിവളവും അതുപോലെ മണ്ണും സമമായി ചേർത്ത് നമുക്ക് നിറച്ചു കൊടുക്കാം. ഇതിലാണ് നമ്മൾ തണ്ട് കുത്തേണ്ടത്. ഒരു ചട്ടിയിൽ നമ്മൾ നടുന്ന സമയത്ത് തണ്ടുകൾ ചെറുതായി മുറിച്ച് ചുറ്റും റൗണ്ട് ഷേപ്പിൽ മധ്യത്തിലുമായി കുത്തിക്കൊടുക്കുമ്പോൾ നമ്മളെ ബിഗോണിയ അടിയിൽ നിന്ന് തന്നെ നല്ല ബുഷിയായിട്ട് വളർന്നു വരും. ഒരു ചട്ടിയിൽ ഒരു തണ്ട് കുത്തി ബിഗോണിയ വളർത്തിയാൽ ആ ഒരു ചട്ടിയിൽ നമുക്ക് ബിഗോണിയ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. ഇല നട്ടും നമുക്ക് ബിഗോണിയ വളർത്തിയെടുക്കാം. ഇലയുടെ ചുറ്റും നുള്ളിക്കഴിഞ്ഞതിന് ശേഷം തണ്ട് മണ്ണിൽ വെച്ച രീതിയിൽ നമ്മൾ നടുമ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തണ്ടിൽ നിന്നും മുള പൊട്ടി ബിഗോണിയ വളർത്തിയെടുക്കാം. വളർന്നു വരുന്ന ബിഗോണിയ ചെടികളുടെ തളിരിലകൾ നമ്മൾ പൊട്ടിച്ച് ഒഴിവാക്കുക. അവിടെ നിന്നും മുകുളങ്ങൾ തഴച്ചു വളർന്ന് ബിഗോണിയ ബുഷിയാക്കി മാറ്റുമ്പോഴാണ് ബിഗോണിയയുടെ ഭംഗി വർദ്ധിക്കുന്നത്. തണലിഷ്ടപ്പെടുന്ന ഒരു ചെടിയാണെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്ക് വെയിൽ കൊള്ളിച്ചാൽ മാത്രമേ അതിൻ്റെ ഇലകളിലുള്ള വർണ്ണവൈവിധ്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ബിഗോണിയ എപ്പോഴും നമുക്ക് മൺചട്ടിയിൽ നടുന്നതാണ് ഉചിതം. മൺചട്ടിക്ക് എപ്പോഴും ഈർപ്പം പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് എപ്പോഴും ചെടിക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. ചെടി നട്ട് കഴിഞ്ഞ് ഒരാഴ്ച നമ്മൾ തണലുള്ള ഭാഗത്ത് സൂക്ഷിക്കുക. വളരെ പെട്ടെന്ന് തന്നെ തൈ പിടിച്ച് പൂക്കളോട് കൂടി നമുക്ക് ചെടിയെ കാണാൻ കഴിയും. പലതരത്തിലുള്ള ബിഗോണിയയുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇന്ന് വിപണികൾ കീഴടക്കി കഴിഞ്ഞു. ഈ ഒരു ചെടിയുടെ കാണ്ഡത്തിന് കൂടുതൽ ശക്തി ഇല്ലാത്തൊരു ചെടി ആയതുകൊണ്ട് തന്നെ നന്നായി പൂക്കുന്ന സമയത്ത് വെയിറ്റ് കൊണ്ട് ഇതിൻ്റെ തണ്ടുകൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചട്ടിയിൽ ഒരു കൊമ്പ് കുത്തി അതിനോട് ഇതിനെ ചേർത്ത് കെട്ടുന്നതാണ് നല്ലത്. വിശറി പോലെ പരന്ന് അഗ്രം കൂർത്ത തരം ഇലകളാണ് ബിഗോണിയക്ക് അധികമായും കാണപ്പെടുന്നത്. അത്യാകർഷകമായ പലതരത്തിലുള്ള പൂക്കളാണ് നമുക്ക് ഇവരിൽ കാണാൻ കഴിയുന്നത്. വളമായി നമുക്ക് വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് മുകളിൽ ഒരല്പം മണ്ണ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തണ്ട് മുറിച്ചെടുത്ത് നമുക്കിതിനെ വളർത്തിയെടുക്കാം. ഈ ഒരു തണ്ടിൽ നിന്ന് തന്നെ 2-3 തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബിഗോണിയയെ നമുക്ക് കളർഫുള്ളായി നട്ടെടുക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് 2-3 വെറൈറ്റിയായ ബിഗോണിയയുടെ കമ്പുകൾ ഒരു ചട്ടിയിൽ നട്ടെടുക്കുക. ഇത് വളർന്നു വരുന്ന സമയത്ത്
ഭംഗിയുള്ള പലതരം ഇലകളും പല കളറുകളിലുള്ള പൂക്കളും ഒരേ ചട്ടിയിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയൊക്കെ നമ്മുടെ ബിഗോണിയ വളർത്തിയെടുക്കുമ്പോൾ ഒരുപാട് വർണ്ണവൈവിധ്യങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. ഞാൻ 2 തരം ചെടികൾ ഇതുപോലെ ഒരു ചട്ടിയിൽ നട്ടെടുത്തിട്ടുണ്ട്. അത് വളർന്നു വരുന്ന സമയത്ത് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും പൂക്കളും ബ്രൗണും ഗ്രീനും ഇലയും കൂടെ ചേർന്നാണ് ഈ ചെടി വളർന്നു വരിക. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായ ബിഗോണിയയാണ് വാക്സ് ബിഗോണിയ. ഇതിൽ വളർച്ച കൂടുതൽ വരാതെ ഈ ഒരു തരത്തിലാണ് ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ വരുന്നത്. ഇത് നമുക്ക് തൂക്കുചട്ടിയിലും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ്. നല്ല ഗ്രീൻ കളറും പിങ്ക് പൂക്കളുമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ തന്നെ ഡാർക്ക് ബ്രൗണും ഡാർക്ക് പിങ്കുമായ പൂക്കളുള്ള ചെടികളും ഉണ്ട്. സുന്ദരിയായ ബിഗോണിയയെ നമ്മുടെ അകത്തളങ്ങൾ ഭംഗിയാക്കാൻ ഇൻഡോർ പ്ലാന്റായും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ചെടി നശിച്ചു പോകാനുള്ള രോഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ ആക്രമിക്കുന്ന ഒരു ചെടിയാണ് ബിഗോണിയ. ഇലകളിൽ വരുന്ന ബ്രൗൺ നിറമുള്ള പാടുകളും പൂപ്പലുകളും അതുപോലെ തന്നെ ഇലയുടെ അടിയിൽ വരുന്ന കുമിളകളൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. ചില സമയങ്ങളിൽ അതിൻ്റെ തണ്ടിൽ വരുന്ന പൗഡർ പോലെയുള്ള വെള്ള പൊടി പെട്ടെന്ന് നമ്മൾ അത് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ചെടികളിലൊക്കെ അത് പകരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ഇൻഫെക്ഷനും മറ്റുള്ള രോഗങ്ങളും വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചെടിയെ മുറിച്ച് മാറ്റുകയാണ് ചെയ്യേണ്ടത്. മറ്റുള്ള ചെടി പോലെ അല്ലാതെ ഒട്ടനവധി വെറൈറ്റീസിൽ ലഭ്യമാകുന്ന ഒരു ചെടി കൂടിയാണ് ബിഗോണിയ. ഇനി ബിഗോണിയയുടെ കുറച്ച് കളക്ഷൻസ് കാണാം. റെക്സ് കൾട്രം ബിഗോണിയയാണ് ഈ ഒരു ഐറ്റംസ്. ഈ ഒരു ഐറ്റം ബിഗോണിയ വളരെ വലിയ ഇലകളും നല്ല ഭംഗിയുമൊക്കെയുള്ള ബിഗോണിയാണ്. പക്ഷേ ഇതിൻ്റെ വളർച്ച വളരെ മന്ദഗതിയിലാണ് ഉണ്ടാവുക. വൈറ്റും ഗ്രീനും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യെല്ലോ ഫ്ലവറും അതുപോലെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന പിങ്കും ഗ്രീനും ഇങ്ങനെയുള്ള അനവധി ബിഗോണിയകൾ ലഭ്യമാണ്. വെള്ളത്തിൻ്റെ അംശമുള്ള കുളിമുറി പോലുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ബിഗോണിയ വളർത്തിക്കഴിഞ്ഞാൽ ജലാംശം വലിച്ചെടുത്ത് ശുദ്ധമായി പുറത്തേക്ക് വിടുന്ന ഒരു കഴിവ് കൂടെ നമ്മളെ ബിഗോണിയക്ക് ഉണ്ട്. ഇൻഡോർ പ്ലാന്റായി ബിഗോണിയ നമ്മൾ വെക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ ചുവട് ഭാഗത്തൊന്നും വെക്കാതിരിക്കുക. അത് അതിൻ്റെ ഇലകൾ നശിക്കാൻ കാരണമാവും. തുടക്കക്കാർക്ക് ഈസിയായി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു നല്ല ചെടിയായി നമുക്ക് ബിഗോണിയയെ തിരഞ്ഞെടുക്കാം. ബിഗോണിയയുടെ കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഏതെങ്കിലും നഴ്സറികൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു ചെടിയെ പരിചയപ്പെടാം. കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് കമൻറ്റിലൂടെ ഒരു ചോദ്യം വന്നിരുന്നു, മൺഡേ വില്ലയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. മൺഡേ വില്ല ഇതൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. വളരെ മനോഹരമായി ഒട്ടനവധി പൂക്കൾ തരുന്ന പല വെറൈറ്റീസ് ഉള്ള ഒരു ചെടി തന്നെയാണ് മൺഡേ വില്ല. ഇൻഡോറായും ഔട്ട്ഡോറായും നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാം. ഇത് നമുക്ക് നിലത്തോ അല്ലെങ്കിൽ അലങ്കാര പാത്രങ്ങളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ്. വേനൽക്കാലത്താണ് മൺഡേ വില്ല നന്നായി പൂക്കൾ തരുന്നത്. 2 ആഴ്ചയിലൊരിക്കൽ ഫോസ്ഫറസ് ലായനി വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതിന് വളമായി കൊടുക്കാം. തളിരിലകൾ വരുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് നുള്ളിയിട്ടാൽ കൂടുതൽ ശിഖരങ്ങളോടെ നമ്മുടെ മൺഡേ വില്ല നല്ല ഭംഗിയോടെ വളർന്നു കിട്ടും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ടിയുള്ള കമ്പുകൾ കോതിയിട്ട് നന്നായി തളിർക്കാനുള്ള അവസരം കൊടുക്കുക. കെട്ടിപ്പിണർന്ന വള്ളികളെയൊക്കെ നമ്മൾ അടർത്തി മാറ്റി വേറിട്ട് ഫ്രീ ആയി അവരെ വളരാൻ അനുവദിക്കുമ്പോഴാണ് ഇലകൾക്കുള്ള വളർച്ചയുടെ വലിപ്പം കൂടുകയുള്ളൂ. ചട്ടികളിലല്ലാതെ നമ്മൾ ഇതിനെ വളർത്തിയെടുക്കുന്ന സമയത്ത് വലിയ കുഴി കുത്തി അതിൽ മണലും മണ്ണും മിക്സ് ചെയ്ത് വെള്ളം വാർന്ന് താഴേക്ക് പോവാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. കൂടുതലായി നന ആവശ്യമില്ലെങ്കിൽ പോലും മണ്ണ് വരണ്ടു പോകുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ ചെടിയെ സംരക്ഷിക്കൽ നിർബന്ധമാണ്. ഈ ഒരു പ്ലാന്റ് നട്ട് ഉടനെ തന്നെ നമ്മൾ വളങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല.
ഒരു നട്ട് പിടിച്ച് ഒരു 3 മാസത്തിന് ശേഷം നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മണ്ടേവില്ലയും ബിഗോണിയയും ഒക്കെയായുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനിയും പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.